റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിയ കേരളീയർ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിഷേധം. തൃശൂർ സ്വദേശികളായ 32 വയസ്സുള്ള ബിനിൽ, 27 വയസ്സുള്ള ജെയിൻ എന്നിവർ ജോലിക്കെന്ന വ്യാജേന റഷ്യയിലേക്ക് പോയെങ്കിലും റഷ്യൻ പട്ടാളത്തിലെ ടെക്നിക്കൽ വിങ്ങിലേക്ക് എത്തി യുക്രൈൻ യുദ്ധമുഖത്ത് കുടുങ്ങിയ സംഭവം സംസ്ഥാനത്തെ നടുക്കത്തിലാക്കി. ഇവരുടെ മോചനത്തിനായി സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബങ്ങളും പ്രദേശവാസികളും രംഗത്തെത്തിയിട്ടുണ്ട്. DCC ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏപ്രിൽ 4-ന് ഇലക്ട്രീഷ്യൻ പ്ലംബർ ജോലിക്കായാണ് ഇരുവരും റഷ്യയിലേക്ക് പോയത്. എന്നാൽ അവിടെ എത്തിയതോടെ അവരുടെ ഇന്ത്യൻ പാസ്പോർട്ടുകൾ കണ്ടുകെട്ടുകയായിരുന്നു. തുടർന്ന് ഇവരെ റഷ്യൻ മിലിറ്ററി സപ്പോർട്ട് സർവീസിന്റെ ഭാഗമായി യുദ്ധമേഖലയിലേക്ക് വിന്യസിച്ചെന്ന് ബിനിലിന്റെ ഭാര്യ ജോയ്സി പറഞ്ഞു. ഇവർക്ക് റഷ്യയിൽ പ്രതിമാസം 2 ലക്ഷം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇതുവരെ പണം ലഭിച്ചിട്ടില്ല. കുടുംബങ്ങൾ ഏറെ ദുരിതത്തിലാണ്. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ഇവരെ തിരികെ നാട്ടിലെത്തിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ കാര്യമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് കെ അജിത് കുമാർ ആരോപിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് കേരള പ്രവാസി കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ആവശ്യപ്പെടുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്നും ഇവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കണമെന്നും മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CH ഹരീഷ് ആവശ്യപ്പെടുന്നത്.